ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ അജിത് ഡേവിഡ് തമ്പി, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്നത്തെ ഡിസ്കഷനിൽ വെച്ച് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് എയ്ഡ് ഫോർ എപ്പിലെപ്സിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ തുടക്കം നമുക്ക് വാട്ട് ടു ഡു ഡ്യൂറിങ് എൻ എപ്പിലെപ്സിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഒന്ന്, നമുക്ക് വി ഷുഡ് ഓൾവേസ് നമ്മൾ എപ്പോഴും കാം ആയിരിക്കണം ആൻഡ് വി ഷുഡ് സ്റ്റേ വിത്ത് ദ പേഴ്സൺ. അപസ്മാരം വരുന്ന ആളുടെ കൂടെ നമ്മൾ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് എയിം ഷുഡ് ബി ടു മേക്ക് ദം സേഫ്. അതായത് അവരെ ഇപ്പം വെള്ളത്തിന്റെ അടുത്തോ അരികിലോ വല്ലോ ആണെങ്കിൽ അവരെ മാറ്റി കിടത്തുക. എപ്പോഴും അവരെ ഒരു കിടത്തി നിൽക്കുന്ന പോസ്റ്ററിന്റെ ആണെങ്കിൽ പോസ്റ്റർ ഒന്നിക്കുമ്പോൾ അവരെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തറയിലാണ് പ്രിഫറബിളി അവരെ കിടത്താൻ നോക്കുക. പിന്നെ നമുക്ക് സൈഡിലോട്ട് ചരിച്ച് കിടത്തുന്നതാണ് ഏറ്റവും നല്ലത്, എസ്പെഷ്യലി ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ. ഇത് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവർക്ക് ഈ പറയുന്ന പോലെ സ്വന്തം ഉമിനീര് വിഴുങ്ങി ശ്വാസകോശത്തിൽ തടസ്സം വരുന്ന അത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. രണ്ട്, ടങ് ബൈറ്റിനും കുറച്ച് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ലാറ്ററൽ റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹെഡ് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം ഐഡിയലി ഫോൾഡഡ് ക്ലോത്തോ ഏതെങ്കിലും സോഫ്റ്റ് പില്ലോയോ എന്തെങ്കിലും നമുക്ക് ഹെഡിന്റെ അടിയിൽ വെക്കാം. പിന്നെ ഈ സീഷർ എത്ര നേരം, ടൈം ദ സീഷർ, അതായത് ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇത് നമുക്ക് ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ സീഷർ കഴിയുമ്പോൾ യൂഷ്വലി എല്ലാ സീഷേഴ്സും അത് തന്നെ റിക്കവർ ആയിക്കോളും, തന്നെ നോർമൽ ആയിക്കോളും. ഒരു 2 to 5 മിനിറ്റ്സ് ലാസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പോസ്റ്റിക്കൽ കൺഫ്യൂഷൻ ഫേസിലായിരിക്കും. ആ സമയത്തായാലും അവർക്ക് നാക്ക് കടിക്കാതിരിക്കാനും അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. അവരെ ഫോഴ്സ് ചെയ്യല്ലേ, അവരെ ഹോൾഡ് ചെയ്ത് നിർത്താൻ നോക്കല്ലേ. എന്നിട്ട് നമുക്ക് വി ഷുഡ് അഷ്യൂർ ദം, ഫുള്ളി അഷ്യൂർ ചെയ്യണം. ആൻഡ് അവർ ഫുള്ളി എവേക്ക് ആവുന്ന സമയം വരെ നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് വാട്ട് നോട്ട് ടു ഡു ഡ്യൂറിങ് എ സീഷർ. ഒന്ന്, അത് ബേസിക്കലി നമ്മൾ ഒത്തിരി ഫോഴ്സ് ഉപയോഗിക്കല്ലേ. പിന്നെ ഇപ്പൊ നമ്മൾ സ്ഥിരം ചാവിയൊക്കെ കൈ പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിന് വലിയ യൂസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിന്റെ ആവശ്യങ്ങൾ ഇല്ല. മോസ്റ്റ് ഓഫ് ദ സീഷേഴ്സ് തന്നെ അത് റിക്കവർ ആയിക്കോളും. ഇനിയും നമുക്ക് അതിന്റെ ഇടയ്ക്ക് നമുക്ക് ആംബുലൻസിനെ വിളിക്കും, വേറെ കോൾ ഫോർ ഹെൽപ്പ്, ആംബുലൻസിനെ വിളിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ നോക്കുക. എന്നിട്ട് നമുക്കിനി ഫസ്റ്റ് എയ്ഡിന്റെ ഒരു വീഡിയോയും കൂടെ കാണാം. എപിലെപ്സി എന്നത് ആവർത്തിച്ചുണ്ടാകുന്ന ചുഴലികളാൽ പ്രകടമാകുന്ന ഒരു ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ്. ആർക്കെങ്കിലും ഒരു ചുഴലി ഉണ്ടാകുന്നത് കാണുന്നത് ഭയമുളവാക്കാം, എന്നാൽ ശരിയായ നടപടികളെക്കുറിച്ച് അറിയുന്നത് അവരുടെ സുരക്ഷയിൽ ഒരു വ്യക്തമായ മാറ്റം ഉണ്ടാക്കാം. ഈ സാഹചര്യത്തെ ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു അപസ്മാരബാധ എന്നാൽ ഒരു രോഗിക്ക് പെട്ടെന്നും അനിയന്ത്രിതമായി ആവർത്തിച്ചും ഉണ്ടാകുന്ന കുലുങ്ങുന്ന ചലനങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇത് സംഭവിക്കുന്നത് തലച്ചോറിലെ വിദ്യുൽപാകപ്പിഴകൾ മൂലമാണ്. ആ വ്യക്തിയെ പരിക്കിൽ നിന്നും സംരക്ഷിക്കാനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. ആ വ്യക്തി നിൽക്കുകയോ ഇരിക്കുകയോ ആണെങ്കിൽ സാവകാശം അവരെ തറയിൽ കിടത്തുക. ചുഴലി സമയത്തു അവർക്കു ഏൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കടുത്തതോ മൂർച്ചയുള്ളതോ ആയ വസ്തുക്കൾ സമീപത്തുണ്ടെങ്കിൽ അവയെ നീക്കുക. തറയിൽ കിടത്തിയ ശേഷം ഒരു തലയണ അല്ലെങ്കിൽ മടക്കിയ ജാക്കറ്റ് പോലെ മൃദുലവും പരന്നതുമായ എന്തെങ്കിലും അവരുടെ തലയ്ക്കു കീഴിൽ വെച്ച് തറയിൽ മുട്ടുന്നതിൽ നിന്നു സംരക്ഷിക്കുക. ചുഴലി ഉണ്ടാകുമ്പോൾ കഴിയുമെങ്കിൽ ആ വ്യക്തിയെ സാവകാശം ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തുക. അവരുടെ ശ്വാസനാളം ഒഴിഞ്ഞിരിക്കാനും ഉമിനീരോ ഛർദിയോ ഉണ്ടെങ്കിൽ എളുപ്പം ഒലിച്ചു പോകാനും ഇത് സഹായിക്കും. ചുഴലി തുടരുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. അത് എപ്പോൾ തുടങ്ങുന്നുവെന്നും എത്ര നേരം നീണ്ടു നിൽക്കുന്നുവെന്നും കുറിച്ചിടുക. നിങ്ങൾക്കു സഹായം തേടേണ്ടി വന്നാൽ ഈ വിവരം മെഡിക്കൽ വിദഗ്ധർക്ക് നിർണായകമാകും. ഒരു ചുഴലി ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആ വ്യക്തിയുടെ വായിൽ ഒന്നും ഇടരുത്. പഴയ വിശ്വാസങ്ങൾക്ക് വിപരീതമായി ഇത് കാരണം ആ വ്യക്തിയുടെ പല്ലുകൾ അല്ലെങ്കിൽ താടിക്കു പരിക്കേൽക്കാം, അതുപോലെ ശ്വാസത്തെ തടസ്സപ്പെടുത്താം. മാത്രമല്ല അവരുടെ ചലനങ്ങളെ തടയുകയും അരുത്. ചുഴലി അതിന്റെ ജോലി ചെയ്യട്ടെ, പക്ഷേ ആപത്തുകളിൽ നിന്നും അവരെ സശ്രദ്ധം അകറ്റി നിർത്തുക. ആ വ്യക്തി പൂർണ്ണമായും സുഖപ്പെടുന്നത് വരെ യാതൊരു ഭക്ഷണമോ പാനീയങ്ങളോ നൽകരുത്. ചുഴലി നിന്ന ശേഷം പൂർണ്ണമായി ബോധം വീണ്ടെടുക്കുന്നതുവരെ ആ വ്യക്തിക്കൊപ്പം നിൽക്കുക. അതിനുശേഷം അവർക്കു ആശയക്കുഴപ്പം അല്ലെങ്കിൽ മാന്ദ്യം ഉണ്ടാകാം. ശാന്തമായി സംസാരിച്ചു അവരെ സമാശ്വസിപ്പിക്കുക. അടിയന്തര മെഡിക്കൽ സഹായം എപ്പോൾ വിളിക്കണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുഴലി 5 മിനിറ്റിലേറെ നീണ്ടുനിന്നാൽ, ഇടയിൽ ഉണർച്ച ഇല്ലാതെ ആവർത്തിച്ചു ചുഴലികൾ ഉണ്ടായാൽ, ചുഴലി വന്നു പരിക്കേറ്റാൽ, പിന്നീട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ ഇത് അവരുടെ അറിവായ ആദ്യത്തെ ചുഴലി ആണെങ്കിൽ ഉടനടി സഹായം തേടുക. ഈ ലളിതമായ നടപടികൾ മനസ്സിലാക്കിയാൽ ഒരു അപസ്മാര ചുഴലി അനുഭവിക്കുന്ന ആർക്കും നിർണായക പിന്തുണ നൽകാൻ നിങ്ങൾക്ക് കഴിയും.
കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ശാന്തമായി അറിവായ നടപടികൾ എടുക്കുന്നത് ഒരു ശരിയായ വ്യത്യാസം സൃഷ്ടിക്കും.